പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളാക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ആരോപണ നിഴലിൽ വരുന്നതോ ആയ സംഭവങ്ങൾ അടിക്കടെ ഇങ്ങനെ കൂടുന്നുണ്ട്. പത്തനംതിട്ട ഏനാത്ത് ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായെന്ന കേസ് കെട്ടിച്ചമച്ചതെന്ന ആരോപണം പുറത്തുവരികയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന ഏജന്റിനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ച് അഭിഭാഷകൻ രംഗത്ത് വരുന്നു. എക്സൈസിലെ ഒരാളുടെയും 2 പോലീസുകാരുടെയും ചിത്രങ്ങൾ ഇദ്ദേഹം പുറത്തുവിട്ടു. ഇതിനിടെ റിമാൻഡിലുള്ള യുവാവിന്റെ ഭാര്യ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. 53 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി പിടിയിലായത് ഏപ്രിൽ 15-ന്. താമസ സ്ഥലത്തെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തു കിട്ടിയെന്നാണ് എക്സൈസ് അന്ന് വിശദീകരിച്ചത്. എന്നാൽ ഈ കേസ് ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന ഏജന്റിനു വേണ്ടി എക്സൈസ് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അസാം സ്വദേശിയായ ഏജന്റും തൊഴിലാളിയും തമ്മിലുള്ള വ്യക്തിവിരോധം തീർക്കുന്നതിന് കഥമെനഞ്ഞത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘമത്രേ. വർഷങ്ങളായിട്ടുള്ള ഈ തുടർച്ചയായിട്ടുള്ള ലൈംഗിക പീഡനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർ അനുഭവിക്കുകയും അപ്പം വീണ്ടും ഈ രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ കല്യാണം കഴിക്കും. ആ കല്യാണത്തിന് വിട്ടുമാറണം, അല്ലെങ്കിൽ ആ അദ്ദേഹമായിട്ടുള്ള ബന്ധം അവസാനിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ കുടുംബത്തോടെ നശിപ്പിക്കുക എന്നുള്ള വിവിധ തരത്തിലുള്ള ഭീഷണി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റുള്ള ട്രാപ്പ് വെച്ച് ഈ പറയുന്ന അക്യൂസിനെ ഇപ്പം NDPS കേസിൽ അകത്തൊക്കെ ഇട്ടിരിക്കുന്നു. അടൂരിൽ താമസിക്കുന്ന ഏജന്റ് സ്ത്രീകളെ മാത്രമാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഇയാൾ പെൺവാണിഭ കേന്ദ്രമാണ് നടത്തുന്നത് അത്രേ. ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരും ഷാഡോ ടീമിലുള്ള 2 പോലീസുകാരും നിത്യസന്ദർശകരാണെന്നും അഭിഭാഷകൻ പറയുന്നു. ബ്രൗൺ ഷുഗർ കേസിലെ അറസ്റ്റിന് പിന്നാലെ ഏജന്റ് സുഹൃത്തിന്റെ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് പ്രതിയുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്നും ഈ സമയം ഷാഡോ ടീമിലെ 2 പോലീസുകാർ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും അഭിഭാഷകൻ ആരോപിച്ചു. എക്സൈസ് ജീവനക്കാരന്റെയും 2 പോലീസുകാരുടെയും ചിത്രങ്ങളും വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. പ്രതിയുടെ ഭാര്യയായ യുവതി 2021-ൽ ഇതേ ഏജന്റ് മുഖേനയാണ് കേരളത്തിൽ വന്നത്. ജോലിക്കെന്ന് വിശ്വസിപ്പിച്ചെത്തിച്ച ഇവരെ ഏജന്റ് തുടർച്ചയായി ലൈംഗികമായി ഉപദ്രവിച്ചു അത്രേ. പിന്നീട് പരിചയപ്പെട്ട ബംഗാൾ സ്വദേശിയെ ഇവർ വിവാഹം ചെയ്തു. ഭർത്താവ് നാട്ടിൽ പോയ വേളയിൽ ഏജന്റ് യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നും പലർക്ക് കാഴ്ചവെച്ചുമെന്നുമുള്ള പരാതിയിൽ അടുത്തിടെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ അടൂരിൽ വെച്ചാണ് രണ്ടാമത്തെ സംഭവമെന്നിരിക്കെ ജില്ലയ്ക്ക് പുറത്തുവെച്ച് നടന്ന ആദ്യ സംഭവം മാത്രം മുഖവിലക്കെടുത്താണ് പോലീസ് കേസെടുത്തതത്രേ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിന്നീട് കൊട്ടാരക്കരയ്ക്ക് കൈമാറിയതെന്ന് അഭിഭാഷകൻ പറയുന്നു. അടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഷെയ്ഖ് ഫ്യൂരിദിന്റെ വളരെ വലിയതായിട്ടുള്ള ഒരു ക്രിമിനൽ നെക്സസ് റാക്കറ്റാണ്. അവന് ക്രിമിനൽ നെക്സസ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പെഡ്ലിംഗ്, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ ഈ ഡ്രഗ് ഓപ്പറേറ്ററായിട്ടുള്ള ഇത് നമ്മുടെ ഡ്രഗ് പെഡ്ലിംഗ്, ഇതെല്ലാം ഇവൻ്റെ സ്വാഭാവികമായിട്ട് ഇവൻ്റെ ശൃംഖല മൊത്തം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇത് തന്നെയാണ്. അപ്പം ഈ ഏനാത്ത്, അടൂർ, പത്തനംതിട്ട, ഓമല്ലൂർ, അതേപോലെ കലയപുരം, പുത്തൂർമുക്ക്, ഇവിടെ എല്ലാം ഈ എല്ലാവിധ ബംഗാളികൾക്ക് വേണ്ടുന്ന ഡ്രഗ്സ് സപ്ലൈ ചെയ്യുക, അതേപോലെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കാനും അതിൻ്റെ പ്രവശിത ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഓരോ സംവിധാനം തേടി എത്തിക്കുന്ന മുഴുവൻ ഓപ്പറേറ്റർ കം ഏജൻ്റാണ് ഈ ഷെയ്ഖ് ഫ്യൂരിദ്. ഇവനെതിരെ അനവധി പരാതികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ കൈമാറിയിട്ടുണ്ട്. യാതൊരുവിധ അന്വേഷണങ്ങളും ആരുടെയും ഭാഗത്തും നമുക്ക് വന്നിട്ടുണ്ട്. ബംഗാൾ സ്വദേശി യുവാവിനെ കേസിൽ കൊടുക്കാനായി തൊണ്ടി മുതൽ ഇവരുടെ താമസ സ്ഥലത്ത് എത്തിച്ചത് ഏജന്റ് നിർദ്ദേശിച്ച പ്രകാരമാണെന്ന സംശയം സഹോദരനും ഉന്നയിക്കുന്നു. ആദ്യം കുറച്ച് ആൾക്കാർ ബിൽഡിങ് കയറി ഇവൻ്റെ പേര് പറഞ്ഞ് നോക്കിയില്ല. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിന്ന് കുറച്ച് ആൾക്കാർ പച്ചക്കറി കടയിൽ വന്ന് ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടു ഈ ബിൽഡിങ് കയറി. ഈ സാധനം വെച്ച് ഈ നമ്മളെ ടോയ്ലറ്റിൽ ബാത്റൂമിനകത്ത് അത് നമ്മളെ പബ്ലിക് മേലിയുടെ 3ാമത്തെ നിലയിൽ ഒരു 5-6 മുറിയുണ്ട്. അതിനകത്ത് താമസക്കാർ എല്ലാത്തിനും താമസക്കാരുണ്ട്. ഈ എല്ലാവരും പോകുന്ന 2 ബാത്റൂമിനകത്ത് അത് പക്ഷേ പബ്ലിക് എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂം ഈ 2 ബാത്റൂമേ. ഇവർ നേരെ ബാത്റൂമിൽ പോവുക, സാധനം എടുക്കുന്നത് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവനെ പൊക്കി കൊണ്ടുപോകുന്നത്. ഇതിന് മുമ്പ് ഈ എക്സൈസുകാർ വരുന്നതിന് മുമ്പ് 2 പേരെ ഒരു ആസാം പയ്യന്മാർ വന്ന് അതിന് ഒരു 1 മണിക്കൂർ മുമ്പ്. അന്നേരം ഞാൻ ഇവിടെ ഇല്ല, ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ കോഴിക്കടയിൽ നിൽക്കുന്ന പയ്യൻ എന്നെ വിളിച്ച് പറയുന്നത് ഇതേപോലെ റൂം നോക്കാൻ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ശരി റൂം കാണിക്കുക. അന്നേരം ഒരേ ആളെ റൂം നോക്കുക. ബിൽഡിങ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ശരി ഒരേ ആളെ റൂം നോക്കുക, ഒരേ ആളെ ബാത്റൂം കയറി കുറച്ച് നേരം നിന്നിട്ട് ഇവൻ ഈ റൂം നോക്കുന്ന ആൾ പറഞ്ഞ് റൂം ഇഷ്ടപ്പെട്ടായില്ല. അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു പോയ ശേഷം ഒരു 20 മിനിറ്റ് 1/2 മണിക്കൂറുള്ളിൽ ഇവരെ വരുന്നത്, ഈ എക്സൈസുകാർ വരുന്നത് വന്ന് ഇവനെ ആദ്യം തിരക്കി. ഇവിടെ ഇല്ല, ഇവൻ പച്ചക്കറി കടയിൽ 3-4 പേർ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ പച്ചക്കറി കടയിൽ പോയി ഇവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന്
ഈ വന്നിട്ട് ഇവനെ തല്ലി റൂമിൻ്റെ അകത്തെ ആക്കി ഇവരെ നേരെ ബാത്റൂമിൽ കയറി സോപ്പ് പൊട്ടിക്കാതെ ഇത് സാധനം വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് ഇവൻ്റെ കൈ കൊടുത്തിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. തനിക്കെതിരെ എന്തടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ലെന്ന് എക്സൈസ് ജീവനക്കാരൻ പറഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏനാത്തെ നടപടികൾ. ഷാഡോ ടീമിലെ അംഗങ്ങൾക്കെതിരായ ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. അതേസമയം ലൈംഗിക പീഡന ആരോപണത്തിൽ പോലീസ് ഒളിച്ചു കളിച്ചുവെന്നത് സത്യവിരുദ്ധമാണെന്ന് അടൂർ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. പരാതിക്കാരി റാന്നി കോടതിയിൽ നൽകിയ മൊഴി പരിശോധിച്ചാൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുമത്രേ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.